ഹായ്, നമ്മുടെ നാട്ടിൽ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേ കൂടെ നടക്കാൻ പറ്റുമോ? എന്നാൽ ഇവിടെ ന്യൂസിലാൻഡിൽ നമുക്ക് റൺവേ കൂടെ നടക്കാം, ഓടാം, ചാടാം, വണ്ടി ഓടിക്കാം. പുറകിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്. അതിൻ്റെ എത്ര അടുത്താണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് ഫങ്ഷണൽ ആയിട്ടുള്ള എയർപോർട്ട് തന്നെയാണ്. ഇന്ന് രാവിലെയും ഇവിടുന്ന് ഓക്ലാൻഡിലേക്ക് ഫ്ലൈറ്റ് പോയതേ ഉള്ളൂ. അപ്പോൾ ഈ റൺവേയിലാണ് റൈഡ് ദ റൺവേ പ്രോഗ്രാം നടക്കുന്നത്. വക്കത്താനി ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെയും ബൈക്ക് വക്കത്താനി ട്രസ്റ്റിൻ്റെയും JNP ഏവിയേഷൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ഫൺ ഫിൽഡ് ആക്ടിവിറ്റിയാണിത്. നിങ്ങൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ വക്കത്താനയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ റൺവേ. പാർട്ടിസിപ്പൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ ദൂരെ കുറേ കുഞ്ഞു വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ബൈക്ക് വക്കത്താനി ട്രസ്റ്റിന് ഒരു ഫണ്ട് റേസിങ് ഈവൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ റൺവേന്ന് എയർക്രാഫ്റ്റിനെയൊക്കെ മാറ്റി നിർത്തി അവിടെ പകരം സ്കൂട്ടറും ബൈക്കും ഒക്കെ ഓടിച്ച് റൺവേ വളരെ അടുത്തറിയാനുള്ള ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത്. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവലിംഗ് സ്റ്റേഷൻ. ബൈക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് റൺവേയുടെ ഫുൾ ലെങ്ത്ത് ബൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ദ ലെങ്ത്ത് നടക്കാം. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫ്രീ ബാർബിക്യൂ സിസിലും അതുപോലെ തന്നെ വക്കത്താനെ ഫ്ലൈയിങ് സ്കൂളിൻ്റെ ഒരു ഫ്രീ ടൂറും ഉണ്ടായിരുന്നു. ഇതിൽ പ്രായമൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ്. കണ്ടില്ലേ, കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പ്രാമിൽ വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത്രയും അടുത്ത് എയർക്രാഫ്റ്റിനെയൊക്കെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് എവിടെ ഏത് എയർപോർട്ടിൽ നമുക്ക് റൺവേ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഇപ്പൊ എന്റെ പുറകില് നമ്മള് റൺവേ കൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.